അയ്യോ ആ മതി 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 മതി. ഇപ്പൊ അനങ്ങുന്നില്ല ഇവിടെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെവിൻ സെറിയാക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ദേ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ കുര്യനാടല്ല സ്ഥലത്തിൻ്റെ പേര്, കുര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, കോട്ടയത്ത് തന്നെ. ഇവിടെ നമ്മളൊരു വെറൈറ്റി മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ദേ ബക്കറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഒരു ഹായ് പറയടാ. എല്ലാവർക്കും ജാടയാണോ, ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു വെറൈറ്റി മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും ബക്കറ്റൊക്കെ വെച്ച് എന്ത് മീൻ പിടിക്കാനായിരിക്കും, കാണിച്ചു തരാം. അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും എടുക്കാം അല്ല അല്ലെങ്കിൽ ചത്തു പോകത്തില്ല ഇട്ട് കഴിഞ്ഞാൽ, ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കൊച്ചിലെ ഇഷ്ടം പോലെ കാശ് കൊടുത്ത് മേടിച്ച് വളർത്തിയ ഒരു ഐറ്റമാണ്. കാണിച്ചു തരാം. നമ്മളിങ്ങോട്ട് വിളിച്ചിരിക്കുന്ന ആൾ ഫ്രണ്ടിൽ പോവാണ് കേട്ടോ. ആളെ കാണിച്ചു തരാം. ആൾ ജോണിച്ചേട്ടൻ നമ്മോട് എപ്പോഴും ചൂണ്ടിടാൻ വരുന്നതാണ്. അയർലൻഡിൽ നിന്ന് ലീവിന് എത്തിയിരിക്കുകയാണ്. ഇവിടെ ജോണിച്ചേട്ടൻ്റെ കസിൻ്റെ വീട്ടിലാണ് നമ്മൾ. ഇവിടെ ഒരു മീൻ പിടിച്ചെന്ന് തോന്നുന്നു. ഒരു അങ്കിളൊരു മീനെ പിടിച്ചെന്ന് തോന്നുന്നു. അയ്യോ ഈ അങ്കിളിനാണ് കേട്ടോ വീട്. അങ്കിളിന് പേരാ ബാബു. ബാബു അങ്കിളിനാണ് ഈ കുളം. ഇത് കണ്ടോ എൻ്റെ പൊന്നോ, കുറേ നേരം പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് വലിക്കുമായിരുന്നു. നിറച്ച് ഗപ്പിയാണ് കേട്ടോ. അങ്കിളെ എന്ത് ഗപ്പിയല്ല, എന്നാ മീനുണ്ട് വേറെ? നട്ടറും സിലോപ്പിയ. ഇതിപ്പോൾ എത്ര നാളായി ഈ ഗപ്പീനൊക്കെ ഇട്ടിട്ട്? ഇത് ഇട്ടിട്ട് ഇപ്പോൾ ഈ ഒരു 3-4 കൊല്ലെങ്കിലും ആയിരിക്കും. ഇതിനിടയ്ക്ക് മുഴുവൻ ചത്തു പോയതാ. മുഴുവൻ ചത്തുപോയെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഒരു പിരാന കിടപ്പുണ്ടായിരുന്നു. ഇതിനെ കഴിഞ്ഞൊക്കെ ഗൗരവം ഉണ്ടായിരുന്നു. ആ പിരാന ഇത് മുഴുവൻ തിന്നിട്ട് പോയി. അയ്യോ, അത് കഴിഞ്ഞിട്ട് പിന്നെ പിരാന ഇത് മുഴുവൻ തിന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ പയ്യൻ ചൂണ്ടയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊത്തി. പിന്നെ അത് പിടിച്ച് കഴിയുമ്പോഴേക്ക് ബാക്കി വളരാൻ തുടങ്ങി കേട്ടല്ലോ. പിരാന ഈ ഗപ്പീനൊക്കെ തിന്നു കേട്ടോ. ഒരു പിരാന നല്ല തടി വെച്ചായിരുന്നു ഗപ്പിന്. ഇല്ല, ഒന്നും ആകത്തില്ല. ആക്രാന്തം പിടിച്ച പിരാന. ഓണിച്ചേട്ടൻ ഗപ്പിനാണ് ചൂണ്ടിട്ട് പിടിക്കുന്നത്. അച്ഛന്മാരെ ഗപ്പി കിടക്കുന്നുണ്ടോ? പലതരം ഗപ്പിയുണ്ട്. മഞ്ഞ, പച്ച, നീല, എല്ലാ സാധനവും ഉണ്ട്. ഓണിച്ചേട്ടൻ ഇതാ ഒരു മീൻപിടുത്തക്കാരൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി മുണ്ട് കിട്ടി. എടാ നിനക്കുള്ള മുണ്ട് കിട്ടിയോ? അവന് വലിയ ഭാവമൊന്നുമില്ല. റെഡി ആകുന്നു. തുണി മാറാൻ സീൻ ഇടുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വൈറലാകാൻ വയ്യ. അവിടെ പെട്ടെന്ന് മാറിക്കോ. വേണ്ട, എല്ലാവരും സെറ്റായി. സ്റ്റീൽ ബോഡിയിൽ കണ്ടാൽ കുഴപ്പമില്ലേ. പിന്നെ ചേട്ടൻ ആ കയറെ പിടിക്കുക. മീൻ കടിച്ചോ? ഇത് ഞാൻ പിടിച്ചോളാം. ടോണി സ്ക്വയർ. ടോണി ചേട്ടാ ഒന്ന് മുങ്ങി ആഴം കാണിച്ചേ. വൻ റിസ്കി പരിപാടികളാട്ടോ നടക്കുന്നത്. ടോണി ചേട്ടാ മറ്റേ പാട്ടിട്, കടലിനക്കരെ പോണോരെ. ഫീൽ ഫ്രീ ടോണി ചേട്ടൻ ആൻഡ് ടോണി. മസിലെന്ന് കാണിച്ചടാ. ജിമ്മിൽ പോകാം കേട്ടോ. ജിമ്മാ അതെ ജിമ്മാ. അടാ വലയെടുക്ക. ഇവൻ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ചേട്ടാ ചേട്ടാ നിങ്ങളുടെ പ്ലാൻ എങ്ങനെ അത് കേക്കട്ടെ. കാര്യത്തിൽ നിന്ന് പയ്യെ വലിക്കാനുള്ളല്ലേ വല കീറിപ്പോന്ന് പറഞ്ഞേ. കുഴപ്പമില്ല, പക്ഷേ നമുക്ക് തന്നെ അടുത്ത പിടിക്കണമെങ്കിൽ ഈ കോർണർ ഈ കോർണറിൽ മൊത്തം ഗപ്പികളാണ് പിള്ളേരെ. നിറച്ച് ഗപ്പിയാണ്. സാരിവാലിനും എല്ലാ ഐറ്റം ഉണ്ട്. ഇല്ല നിങ്ങൾ ഇങ്ങോട്ട് വായിക്കൊണ്ട് വാ. ഇല്ല കുറച്ച് കൂടുതൽ പിടിക്കുക. കാരണം വീഡിയോയ്ക്ക് ഗുമ്മായിരിക്കും. ഒന്ന് മുക്കിയിട്ട് പോവാണെങ്കിലേ വീഡിയോയ്ക്ക് ഭയങ്കര രസമായിരിക്കും. ചുമ്മാ ഇട്ടപ്പോ തന്നെ ഇത്ര മീൻ നോക്കി കാണിച്ചേ. അയ്യോ ഇത് കണ്ടോ ഗപ്പികൾ. ടോണിച്ചേട്ടാ എത്ര ഗപ്പിയാണ് വൈൽഡ് ഗസ്?
ഒരു 10,000 ഒരു ഗീവ് വെച്ചാലോ? ഇതിന്റെ കറക്റ്റ് എണ്ണം പറയുന്നവർക്ക്. ആണ് അതിന് കൊണ്ടിട്ട് ബക്കറ്റ് കൊണ്ട്. അങ്കിൾ ഞാൻ കൊണ്ടുവരണോ ഇങ്ങോട്ട്? ആ ഗപ്പി ഹണ്ടേഴ്സ് എത്തി കഴിഞ്ഞിരിക്കുന്നു. അത്ര എണ്ണത്തിന് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പല പാത്രത്തിലായിട്ട് വെള്ളം നടക്കുന്നുണ്ടോ നോക്കിയേ. എനിക്ക് ഇതിൻ്റെ അറ്റാക്ക് വരുന്നത്. അയ്യോ ഈ നമ്മൾ ആ ചെല്ലാനത്തൊക്കെ പോകുമ്പോഴേക്ക് മത്തി കുടഞ്ഞിടുന്നവരുണ്ട്. അത് നിറച്ച് വെള്ളം എടുത്തേ അവിടെ എല്ലാം ഗപ്പി ചാടും. അതെ വേണ്ട മീൻ വെള്ളം ചാടിപ്പോ ചാടല്ലടാ. ചാടി പോകുന്നു. എത്ര ഗപ്പിയാണെങ്കിൽ ഒറ്റ കോരിന് കിട്ടിയതാണ് കേട്ടോ. അടുത്ത ട്രിപ്പ് വല ഇറക്കാൻ പോവാണ്. 20 സ്ക്വയർ ആണോ? ഇതിനകത്ത് പോകല്ലേ നിങ്ങളെ? ഒരു മറ്റേ അയ്യോ ഇത് മറ്റേ വല വളയ്ക്കുന്ന പരിപാടിയാണല്ലോ. ജോണി ചേട്ടൻ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല തോടുണ്ട്, തോട്ടിൽ കൊണ്ട് കുളിപ്പിക്കാം കേട്ടോ, പേടിക്കണ്ട. ഇത് 2 കോരിയപ്പോൾ തന്നെ ഇത്ര മീനാണ് കിട്ടിയത്. ഒന്ന് പൊക്കി കാണിച്ച്, ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ച് വെള്ളത്തിൽ നിന്ന് മൊത്തം. ഇത് ഒന്ന് പൊക്കി പിടിച്ചോ, നോക്കി പിടിച്ച്. ഇത് കണ്ടോ? എൻ്റെ പൊന്നോ. ആ കേട്ടോ പൊക്കിയിട്. ചേട്ടാ മതി, ഇനി വരണ്ട. കോട്ടയം സൈഡിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. ഞാൻ ഈ സ്ഥലത്തിൻ്റെ അഡ്രസ്സും ഇവിടുത്തെ കോൺടാക്ട് ചെയ്യാനുള്ള ആളുടെ ഫോൺ നമ്പർ ഇട്ടേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മീൻ പിടിക്കുന്ന മീനിന് പൈസ കൊടുത്താൽ മതി, കൊണ്ടുപോയിക്കോളാം. ഇഷ്ടംപോലെ മീനുണ്ട്, ഗപ്പി വെറൈറ്റികളായിട്ടുള്ള ഇഷ്ടം പോലെ ഗപ്പിയുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. നല്ല തടിയൻ ഗപ്പികളാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ഞ, ചുമല, സാരിവാൽ, നല്ല തടിയൻ ഗപ്പികളാണ് കേട്ടോ. കോട്ടയം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കോട്ടയം സൈഡിലേക്കൊക്കെ ഉള്ള ആൾക്കാർ നേരെ ഇങ്ങോട്ട് പോരും. ഇവിടുന്ന് നമുക്ക് ഇഷ്ടംപോലെ മീൻ പിടിച്ചുകൊണ്ട് പോകാം. നിങ്ങൾ പൈസ കൊടുത്താൽ മതി. ഗപ്പി വെറൈറ്റി ഗപ്പികളുണ്ട് ഇഷ്ടം പോലെ, മിതമായ നിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താഴെ ഒരു അടിപൊളി ഒരു തോടുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് കഴുകി വൃത്തിയാക്കണം. ഈ പുറകെ കാണുന്നുണ്ടോ? അടിപൊളി ഒരു തോടാണ് കേട്ടോ. സൂപ്പർ സ്ഥലം. ചെറിയ കൊച്ചവിടെ ചൂണ്ട എടുത്തിട്ടുണ്ട്, അതുകൊണ്ടോ തുണിയൊന്നുമില്ല. അവിടെ ഒന്ന് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ, കുറച്ച് റിസ്കി വഴിയാണ്. എവിടെ ഇറങ്ങാൻ പോകുന്നത്? ജോണിച്ചേട്ടാ അവിടെയാണോ? അവൻ എന്തായാലും ഉണ്ട് താഴ്ച എന്തായാലും ഉണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, ഗോപ്രോ എടുക്കാൻ നമ്മൾ ഇറങ്ങണേ. നമ്മൾ അണ്ടർ വാട്ടർ കാണിച്ചു തരാം. ഇതിനടിയിൽ എന്നാന്ന് കേട്ടോ, കാണിച്ചു തരാം. നമ്മളപ്പോൾ മീനൊക്കെ പിടിച്ചു. എത്ര മീനുണ്ടെന്ന് എണ്ണാൻ പോലും പറ്റത്തില്ല, അതുപോലെ ഗപ്പിയാണ്. പെറ്റി പോലെ കിടക്കും. 2-3 ബക്കറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരാൾ പുറകിരിപ്പുണ്ട്, അവനെ നമ്മൾ പുറകിലിരുത്തേക്കണം കേട്ടോ. അവനെ പുറകിരുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പുറകിരുന്ന് കഴിഞ്ഞാൽ വെള്ളം തുളുമ്പുന്നുണ്ടോന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് മമ്മിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. കാരണം മമ്മിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ മമ്മി ഭയങ്കര കുറച്ച് എന്നെക്കാളും കൂടുതൽ എക്സൈറ്റഡ്. അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മളപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് പയ്യെ മമ്മീനെ വിളിക്കാം. മമ്മിയേ നീ വന്നേ. ഒരു കാര്യം കാണിച്ചു തരാം. മമ്മി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടോ എടുത്തത്. ആ നിങ്ങൾക്ക് കൊണ്ടുപോകണേ, നിങ്ങൾക്ക് വേണ്ടേ? അല്ലല്ല, ഇത് കണ്ടോ, ഇത് തുറന്നു നോക്ക്.
ഇത്രയും കാണുക എന്നുള്ള ഒരു വലിയ ഒന്നുമല്ല, അവിടെ ഇഷ്ടം പോലെ ഇടമുണ്ട്. ഇത് വെള്ളം ശ്രമിച്ചാ ഇഷ്ടപ്പെട്ടോ? നമുക്ക് എന്താണുള്ളത്, നേരെ ഇവരെ കൊണ്ട് മേളത്തെ ചെറിയ ടാങ്കിലിടാം. കൂട്ടത്തിൽ മൂത്ത ആള് തന്നെ വെയിറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. അതാണ് അതിൻ്റെ മര്യാദ. കനമുണ്ടോ? ഇതൊക്കെ എന്ത്? അവിടെ വെച്ചോ. മതി 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 മതി. ഫോട്ടോ അയ്യോ അങ്ങനെ പയ്യെ ഒഴിച്ചാൽ മതിയേ. അപ്പം നമ്മളിതേ ഗപ്പിനെ അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. 10,000 ഗപ്പിയുടെ കേട്ടോ അങ്ങോട്ട് റിലീസ് ചെയ്യണേ. കലങ്ങി ഊപ്പാട് വന്നു. നമ്മുടെ മീനുകളൊക്കെ ഞാൻ സെറ്റിൽ ഡൗൺ ആയി. ആ മൂലക്കൊക്കെ നിൽപ്പുണ്ട് കുറേ എണ്ണം, കാണാൻ പറ്റത്തില്ല, വെട്ടമില്ല. അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള കുളമാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഗപ്പീനെ ഒന്ന് കാണിച്ച്. ഗപ്പി ചാകരായിട്. ആഹാ കളർഫുൾ. ഇപ്പോഴാണ് സാധനം കളർഫുൾ അതല്ലേ, വെറൈറ്റി സാധനങ്ങൾ. ഇതുണ്ട് നമ്മുടെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനും പപ്പയാണ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു ചെടിയൊക്കെ വളർന്നിറങ്ങി നല്ല ഭംഗിയുള്ളൊരു ടൈപ്പായി. മഞ്ഞനെ കാണിച്ചു. മഞ്ഞുണ്ട്, മഞ്ഞ. ഓ അടിപൊളി. പുറം പോയി അവനെ പിടിക്കുക. അത് വാല പിടിച്ച് പോക്ക്. ചുമ്മാ തൂക്കി എറിയാണല്ലോ. പച്ച അതിനെ കാണിച്ചേ നോക്കിക്കണേ, സൂം ചെയ്ത് വെച്ചോ. എന്നെ ഭംഗിയല്ലേ ഇതിനെ കാണാനായിട്ട്. അവൻ പോട്ടെ, അവനും പോട്ടെ, അവനും പോട്ടെ. ദേ അവിടെ ഒരു വാല മഞ്ഞ എന്നാ കളർഫുള്ളാ നോക്കി. തീർന്ന സാധനം. അതെ അവൻ അവനിറങ്ങി. ഇത്ര രണ്ട് ഇതിറങ്ങിയപ്പോ തന്നെ സാധനം നിറഞ്ഞു കേട്ടോ. 2 പ്രാവശ്യം കോഴി ഒഴിച്ചപ്പോ തന്നെ നിറഞ്ഞു. അങ്ങനെ യാതൊന്നുമില്ല. ആഹാ എപ്പിച്ചാകര. അതിനകത്ത് ആദ്യം ഇറങ്ങിയതിനകത്തൊരു മഞ്ഞവാനുണ്ട്. ഇത് 1 വർഷം കൊണ്ടുണ്ടാക്കാൻ ഇതേ മഞ്ഞ സൂപ്പറാണ്. ഇങ്ങനത്തെ വീഡിയോ കാണിച്ച് അടിപൊളി. ടോണിയുടെ ജീവിതത്തിൽ ഇത്ര മീൻ പിടിച്ചിട്ടുണ്ടോ? ഇത്ര മീൻ പിടിച്ചിട്ടുണ്ടോ? സത്യം പറ. ഇത്ര മീൻ എണ്ണമാണോ? എണ്ണം ഒരെണ്ണം മടിയായി. എനിക്ക് തോന്നുന്നുണ്ടല്ലോ അടിയിലാണ് ഓക്സിജൻ. അയ്യോ അടിയായതെല്ലാം വടിയിലാണ്. അടിയായതെല്ലാം മടിയായോ? അടിയിലായതെല്ലാം വടിയിലായത് എന്തൊക്കെയോ നടന്നിട്ട്. അയ്യോ അപ്പൊ ചത്തനൊക്കെ ഇങ്ങോട്ട് പറക്കിടോ. എനിക്ക് ഓക്സിജന്റെ അടിയിൽ പെട്ടവന്മാരൊക്കെ ചത്ത്. മതി മതി. ഓയ് അയ്യോ. അപ്പൊ എന്താണെങ്കിലും ചത്ത മീൻ നമ്മൾ വരാലിന് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇട്ടോ കാണിച്ചിട്ടേ. വെള്ളത്തിൽ മുട്ടിച്ചാൽ മതി. ഒന്നേ കാണിച്ചിട്ടെ. വരാലിന് സുഖം. വെയിറ്റ് നോക്കോ. കേട്ടോ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ചത്ത മീനുകളാണ്. അങ്ങനെ കാണിച്ചിട്ട് അവളെ അല്ലെങ്കിൽ താഴോട്ട് പോകും. ആഹാ എല്ലാം ചത്ത മീനുകളാണ് കേട്ടോ. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള തീറ്റയാണ് ഇന്ന് വരാലിന്. ചുമ്മാ സിമ്പിൾ. ഇവനിപ്പോ മടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ അനങ്ങുന്നില്ല ഇവിടെ. ആണ്ടാ അതിനെ കണ്ടില്ല. 2 ഇടല്ലേ. അതിന്റെ വാല് പോയതുകൊണ്ടോടാ. വാല് വെട്ടിക്കളഞ്ഞു. ഒരു മിനിറ്റ് തിന്നട്ടെ. കാണിച്ചിട്ട് കേട്ടോ. അതിനെ തിന്നോളും. മതി. വെള്ളം ചീഞ്ഞു പോകും. അയ്യോ
അപ്പോൾ ദേ നമ്മൾ മിച്ചമുള്ള മീനിനെ ടോണി രണ്ടുപേരും കൊണ്ടുപോകും. രണ്ടുപേരുടെ പേര് ടോണി എന്നായതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ആയിട്ട് ഇടുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്.